സോ നമുക്ക് തോമസ് ലീഹ മതം കൂടിയ ഒരു മഹാവിദ്വാൻ ഉണ്ടല്ലോ, പൂഞ്ഞാറ്റിലെ പൂഞ്ഞാറ്റിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അതൊരു സ്ഥലത്തിന്റെ പേരാണ്. സത്യം പറഞ്ഞാൽ ആ നാട്ടുകാരുടെ ഏറ്റവും വലിയ ഒരു അപജയം എന്ന് പറയുന്നത് ഈ പൂഞ്ഞാറുകാരനും ഈ പൂഞ്ഞാറ്റ് പിതൃശൂന്യനെ അവർ സഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രം നമുക്ക് പറയാം. തോമസ് ലീഹ വന്നിട്ടാണ് ഇവിടുത്തെ ആർസിക്കാരെ മതം കൂട്ടി എടുത്തെന്നാ പറയുന്നത്. ഇപ്പൊ യോഹന്നാൻ സുവിശേഷത്തിലാണ് തോമസ് ലീഹയെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല യേശപ്പന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് തോമസ് ലീഹ. അപ്പൊ അത് 1-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ യേശപ്പനെ കുരിശിലേറ്റിയതും ഒക്കെയുള്ളൂ. അപ്പൊ അന്ന് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഇവിടെ അവർ വന്നിട്ട് ഇവരെ മതം കൂട്ടി RC കാരെയൊക്കെ മതത്തിലേക്ക് എടുത്തു എന്നാണ് പറയുന്നത്. തോമസ് ലീഹ വന്നിട്ട് മതത്തിലേക്ക് എടുത്ത ആൾക്കാരാണ് നമ്മളെന്ന് ആത്മാഭിമാന ബോധത്തോടു കൂടി പറയുകയാണ് ചെയ്യുന്ന PC ജോർജ് ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങൾ. അതിനകത്തുള്ള തെറ്റാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അതായത് ചരിത്രം അറിയുന്നവർക്ക് അറിയാം ഇത് രണ്ടും കള്ള പുളൂസാണ്. ഇത് അങ്ങനെയൊന്നുമല്ല. അക്കാലഘട്ടത്തിൽ ഒരു ബ്രാഹ്മണനും മതം മാറാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ ഒരു ആവശ്യകത അവർക്കില്ല. തോമസ് ലീഹ വന്ന് ബ്രാഹ്മണനെ മതം മാറ്റേണ്ട കാര്യമൊന്നും അങ്ങനെയൊന്നുമില്ല. അന്ന് ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല എന്ന് ബെൻഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ തന്നെ പോപ്പാണേ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെ കേരളത്തിലൊന്നല്ല ഇന്ത്യയിലേക്ക് പോലും അദ്ദേഹം വന്നിട്ടൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പടുവിട്ട കഥകളാണ് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ആ വ്യക്തി 5-ാം നൂറ്റാണ്ടിൽ വന്ന്, എന്തുകൊണ്ട് 5-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര്യന്മാരുടെ കുടിയേറ്റമുണ്ടല്ലോ, ആ സമയത്ത് അവരുടെ അധിനിവേശം, ആ കുടിയേറ്റം, ആ സമയത്താണ് ഇവിടെ ബ്രാഹ്മണന്മാരെ കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഇവിടെ ബ്രാഹ്മണന്മാർ വന്നത്. അതായത് 5-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ബ്രാഹ്മണന്മാരുള്ളതെന്നാണ് പറയുന്നത്. ഇവിടെ ആദിവാസികളാണ് ഇന്ത്യയുടെ മെയിനായിട്ട് ഇതുള്ളതെന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. ബാക്കിയെല്ലാം വന്നൊട്ടികളാണ്, റെഫ്യൂഗീസാണ് ഇവിടെയുള്ള ബാക്കിയുള്ള കാറ്റഗറീസ് എല്ലാം തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തോമസ് ലീഹ എങ്ങനെയാണ് 5-ാം നൂറ്റാണ്ടിലുള്ള ബ്രാഹ്മണന്മാരെ മാറ്റി കൂട്ടി? അപ്പൊ 5-ാം നൂറ്റാണ്ട് മൊത്തം കോംപ്ലിക്കേഷൻ ആയില്ലേ? അത്രേ ഉള്ളൂ. ഇതാണ് അവരുടെ ഒരു പിതൃത്വം. ഇവൻ ഹറാം പിറന്നവനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതവിശ്വാസിയായ ഒരാളെ അങ്ങ് ആക്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഞാൻ മോജോ TV എന്ന് പറയുന്ന എന്തോ ഒരു മോജോ, അതിനകത്തു നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. എനിക്ക് തനിച്ചിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മലൻ TV കാണാനുള്ളൊരു സഹിഷ്ണുത കുറവുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ല. അപ്പൊ ആ പുള്ളിയുടെ ചാനലിലുള്ളതാണ്, അത് ഞാൻ കേൾപ്പിക്കാം. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിനോ? അതാണ് ഞാൻ പറഞ്ഞത്. വർഗീയവാദി എന്ന് പറയുന്നത് കേരളത്തിലുള്ള മുസ്ലിങ്ങളല്ല. വർഗീയവാദി എന്ന് പറയുന്നത് ഈ തവളയാണ്. ഈ തവളയാണ് വർഗീയവാദി. ഇവൻ വർഗീയവാദിയാണെന്നതിന്റെ തെളിവാണ് ഇവന്റെ മരുമകള്, നമ്മുടെ ജഗതി ശ്രീമാന്റെ മകള്. അവൾ ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അവളെ മതം മാറ്റി ഇവന്റെ മതത്തിലേക്ക് ചേർത്ത ശേഷമാണ് ആ പെങ്കൊച്ചിനെ കെട്ടിച്ചു കൊടുത്തത്. ഈ നാട്ടില് മതേതരത്വമുണ്ടെന്നും മതേതരത്വവാദമാണ് ഇവന്റെ കയ്യിലാണ് എങ്കിൽ ഇവൻ ആ പെണ്ണിനെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിപ്പിച്ച് ചേർക്കേ ഉള്ളൂളായിരുന്നു. പക്ഷെ മതം മാറ്റി സ്വന്തം മതത്തിലേക്ക് ആക്കി വിവാഹം കഴിപ്പിച്ചതാണ് ഈ ഊള. എന്നിട്ടിരുന്നുകൊണ്ട് പറയുന്നു വർഗീയവാദി മുസ്ലിമാണെന്ന്. ഒന്നും പറയാനില്ല. മുസ്ലിം ഈ വർഗീയവാദി അല്ല എന്നുള്ളതിന്റെ തെളിവാണ് പിണറായി വിജയന്റെ വീട്ടിലിരിക്കുന്ന ആള്. അവരുടെ മകൾ ഇപ്പോഴും മകളായി തന്നെ അവിടെയുണ്ട്. അയാൾ കല്യാണം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം താലി കെട്ടിയാണ് കഴിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ആ പെണ്ണിന്റെ ഫേവറിലേക്കാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇവിടെ നേരെ തിരിച്ചുമാണ്. അപ്പൊ വർഗീയവാദി ആരെന്ന് അതിൽ തെളിഞ്ഞില്ലേ? ഇസ്ലാമല്ല, ഇവനാണ് എന്നുള്ളതിന്റെ തെളിവാണ് ആ പറഞ്ഞത്. അടുത്ത കേക്കട്ടെ. ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പിക്കാം. അല്ലടാ പിതൃശൂന്യ, അല്ലടാ തന്തയില്ലാത്തവനെ, നിന്റെ തള്ള പറഞ്ഞടാ ഇന്ത്യ നിന്റെ തള്ളക്ക് സ്ത്രീധനം കിട്ടിയാണെന്ന്. നീ പിതൃശൂന്യൻ ഇങ്ങനെ ഇരുന്നോണ്ട് പറയുകയാണ്. പോടേ നീ പോടാ കാനാം ദേശത്ത്. നീ എന്തിനടാ അലവലാതി ഇവിടെ ഇരിക്കുന്നത്? നീ ആരടാ ഞങ്ങളെ ഓടിക്കാനായിട്ട്? നിനക്കെന്ത് അധികാരോടാ അലവലാതി? ഊളെ, ഒരു ഊള വർത്താനം പറയുന്ന ഊള. ഇവ ഈരാറ്റുപേട്ടയിൽ നിന്നുകൊണ്ട് ജയിച്ച് വന്ന ഒരുത്തനാണ്. ഈരാറ്റുപേട്ടയാണ്, അത് മുസ്ലിമിന്റെ ഒരു ഏരിയ ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. പൂഞ്ഞാറ്റിലെ MLA അല്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതവിഭാഗക്കാർക്ക് വേണം എന്ന് തന്നെ ഞാൻ പറയും. ഇവനെയൊക്കെ വിശ്വസിച്ച് കൊണ്ടുവന്ന് നിർത്തി. ഇപ്പൊ ഒരാളെ തൂക്കിക്കൊണ്ട് നടക്കുന്നില്ലേ? മറ്റു മതവിശ്വാസികളെ തൂക്കിക്കൊണ്ട് നടക്കണത് നിങ്ങൾ നിർത്തിവെക്കൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അപമാനം വല്ലതും കിട്ടാനുണ്ടോ? പോരെ, കിട്ടുന്നില്ല അണ്ണാക്കിലോട്ട്. ഇവന്മാർക്ക് ഒരു കാരണവശാലും ഒപ്പിട്ട് കൊടുക്കരുത്, വോട്ട് കൊടുക്കരുത്. നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഒരാൾ നിൽക്കുന്നു, അവർക്ക് കൊടുക്കുക. ആരായിരുന്നാലും ശരി തന്നെ. നിങ്ങളുടെ മതവിശ്വാസമുള്ള ഒരുത്തനെ കൊണ്ടുവന്ന് നിർത്താൻ പറ, അവന് വോട്ട്. വേറൊരാൾക്ക് നിങ്ങൾ വോട്ട് ഇടരുത്. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വായി നോക്കി.
നിങ്ങളല്ലേ അവനെ ex-MLA എന്നൊരു സ്ഥാനത്തെ കൊണ്ടുവന്ന് കുത്തിയിരുത്തിയിരിക്കുന്നത്. അവനതിന് അർഹനാണോ? SDP-കാരുടെ വോട്ട് ഒന്നുകൊണ്ട് മാത്രം ജയിച്ച ex-MLA ആണ് ഈ വായി നോക്കി. നന്ദി എന്ന് പറയുന്നത് അവന്റെ ലവലേശമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ വായ്ത്താളം. അതിനപ്പുറം എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനില്ല കേട്ടോ. അടുത്ത ഈ തെറിവിളിയാണ്. ശ്രമിക്കുന്ന ആളാ പി സി ജോർജ്. ഞങ്ങളോട് പാകിസ്ഥാനിൽ പോരാൻ തന്റെ അങ്ങനെ പക്ഷെ ഞാൻ ഇതിനകത്തെ ഈ ഒരു വിഷയത്തിൽ ഈ തെറിവിളിയിൽ ഒന്നാമത്തെ കാര്യം പിതൃശൂന്യനായ അനിൽ നമ്പ്യാരാണ്. അയാൾ വിളിക്കുന്ന ഈ പച്ചത്തെറിക്ക് കേട്ടുകൊണ്ടിരുന്ന് സുഖിച്ച് ആത്മരതി അടയുന്ന അനിൽ നമ്പ്യാർ എന്ന വാഴത്തോട്ടത്തിനും ആ പറയുന്ന ചാനലിനുമെതിരെ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം. കാരണം ഇത്രയധികം രീതിയിൽ വ്യക്തി അധിക്ഷേപം മാത്രമല്ല മതത്തിനെ അധിക്ഷേപിക്കുന്ന ഒരു വൃത്തികെട്ട ടേമിനെ അംഗീകരിച്ചു കൊണ്ടിരുന്ന് കിണിക്കുന്ന അനിൽ നമ്പ്യാർക്കെതിരെയും ഈ ചാനലിനെതിരെയും കേസ് കൊടുക്കുക തന്നെ വേണം. രണ്ടാമത്തെ കാര്യം, ഇയാളുടെ കയ്യിൽ തെറ്റുണ്ട്. ആരാണ് പുള്ളി? സി കെ ഷാക്കീറിന്റെ കയ്യിൽ തെറ്റുണ്ട്. കാരണം അയാളാണ് ഇയാൾക്ക് തന്ത ഇല്ല എന്നുള്ള രീതിയിലൊരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് അത് പറയാൻ വേണം? ഇയാളെ തന്തയ്ക്ക് വിളിച്ച അയാൾക്ക് ദേഷ്യം വരും. ഇയാളും സുരേഷ് ഗോപിയും ഈക്വലാണ്. അവർക്ക് രണ്ടുപേർക്കും അവരുടെ ഇപ്പോഴുള്ള അപ്പന്മാരെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കള്ളത്തരവന്മാർ പറയണം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് തന്നെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ, ശുശ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതേപോലൊരു ടേമിൽ അവൻ അടുത്ത ജന്മത്തിൽ ആകത്തില്ല. അവൻ അടുത്ത ജന്മത്തിൽ വൈശ്യനാവും, പിന്നെ അതിന് ശേഷം അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അവനൊക്കെ ഒരു കുന്തോ അറിയാത്തതുകൊണ്ടാണ് അവൻ അടുത്ത ജന്മത്തിൽ അവൻ ബ്രാഹ്മണ സ്ത്രീയാവുമെന്ന് അവൻ അപ്പോഴും ശബരിമലയെ കയറ്റത്തില്ല. അത് വേറെ കാര്യം. അതേപോലെ ഒരു കാര്യമാണ് ഇവൻ പറഞ്ഞത് തോമസ് ലിയയുടെ കാര്യം. തോമസ് ലിയ എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നെന്ന് ഇവർ പറയുന്നത്, ജീവിച്ചിരുന്ന തെളിവൊന്നുമില്ല, അന്ന് ഉള്ള ആളാണെന്ന് പറയുന്നു. അദ്ദേഹം ഇവിടെ വന്നിട്ട് മതം കൂടി ബ്രഹ്മദത്തം നമ്പൂതിരിയൊക്കെ ആവാൻ യോഗ്യതയുണ്ടായിരുന്ന ഈ മനുഷ്യന്മാരെ മതം മാറ്റി അതിനകത്താക്കി എന്നാണ് ഇയാൾ പറഞ്ഞ് വലിയ വായ്ത്താളം പറഞ്ഞുകൊണ്ട് കിടന്നത്. അല്ലെങ്കിൽ അയാൾ ബ്രഹ്മദത്തം നമ്പൂതിരി എന്ന് അറിയപ്പെടേണ്ട നമ്പൂതിരി കുലത്തിലുള്ള ആളാണെന്നാണ് ഇവൻ പറഞ്ഞത്. അവൻ്റെ ഉള്ളിൽ അത്രത്തോളം വർഗീയ വിഷമുള്ളത്. ഇവനെ പറ്റി ഒരുപാട് വാർത്തകളുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇവന് കറുപ്പിനോട് വിരോധമാണ്, താഴ്ന്ന ജാതിക്കാരോട് പുച്ഛമാണ്, മതത്തിനെ ചൊല്ലി ജാതിയെ ചൊല്ലി ജാതി അവഹേളനം നടത്തിയതിൻ്റെ പേര് ഇവൻ്റെ പേർക്ക് കേസുണ്ട്. അമ്മാതിരി എല്ലാ ഊളത്തരവും കാണിക്കുന്ന ഒരു വൃത്തികെട്ടതാണ് ഈ പൂഞ്ഞാറ്റിലെ ഇവൻ. അപ്പോൾ ഇവൻ്റെ ഞാൻ മാറ്റിയ ബാക്കിയത് എന്നെ അവൻ തന്നെയാണത്. അതിനകത്ത് വേറെ തർക്കമേ വേണ്ട. അപ്പം അങ്ങനെയുള്ള ഇവൻ എന്തടിസ്ഥാനത്തിലാണ് ഇരുന്നു കൊണ്ട് ഈ വായ്ത്താളം പറയുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം അവൻ്റെ അപ്പനെ പറഞ്ഞു. ഓൾറെഡി അവൻ്റെ പൂന്തോട്ടത്തിൽ ചാക്കോ എന്നും കണ്ടാണ് അവൻ്റെ തന്തയുടെ പേര്. അയാളെ പോലും ഇയാൾക്ക് വേണ്ട. പൂന്തോട്ടത്തിൽ ചാക്കോയേവ അംഗീകരിക്കുന്നില്ല. കാരണം അയാൾ ബ്രഹ്മദത്ത നമ്പൂതിരി ആവാനിരുന്ന മനുഷ്യനാണ്. ആ ബ്രഹ്മദത്ത നമ്പൂതിരി ആകേണ്ട മനുഷ്യനെ കൊണ്ടുപോയി പൂഞ്ഞാറ്റിലെ ചാക്കോ ആക്കിയതിനുള്ള ദേഷ്യം ചില്ലറയാണോ? അയാൾക്ക് ഭയങ്കര ദേഷ്യ തന്തേരെടുത്ത്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്, ഹറാം പറഞ്ഞോനെ, ഹറാം പറഞ്ഞോനെ, ഹറാം പറഞ്ഞു. ഇത് സ്വന്തമായിട്ട് വിളിക്കുന്നതാണ്. ഡെയിലി ഇവ ഈ വിളി കേൾക്കുന്നുണ്ട്. ഈരാറ്റുപേട്ടക്കാർക്ക് ഇവന്റെ റിയൽ സ്റ്റോറി മനസ്സിലായപ്പം ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിംസ് ഇവനെ വിളിക്കുന്നതാണ് ഹറാത്തിൽ പിറന്നവനെന്ന്. ഹറാത്തിൽ പിറന്ന ഹറാം പറഞ്ഞ തക്കാളിയാണ് ഇവനെന്നുള്ളൊരു തെളിവാണ് അവന്റെ നാവിൽ നിന്ന് വരുന്ന വിഷം. മനസ്സിലായില്ലേ? വിഷ ജന്തു. മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം, മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം കളിക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത്? അല്ല, മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കി, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി, ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി. എടാ, നിന്റെ വർഗത്തിനെ എടുക്കരുതെന്ന് വെച്ചപ്പോൾ നീ എന്നെ കൊണ്ട് എടുപ്പിച്ച ഇടങ്ങളോടാ. ബ്രിട്ടീഷുകാർക്ക് ഷൂ നക്കി കൊടുത്ത പാരമ്പര്യമല്ലേടാ. എത്ര ക്രിസ്ത്യാനികളുണ്ടടാ ഇന്ത്യൻ ഈ സമരത്തിനകത്ത്, സ്വാതന്ത്ര്യ സമരത്തിൽ? നീ ഒരു ക്രിസ്ത്യാനി പേരിനൊന്ന് പറഞ്ഞു തന്നാണ്ട.
എത്ര ക്രിസ്ത്യാനികൾ നിന്റെ തായ് വഴിയിൽ നിന്റെ അപ്പൻ അപ്പൂപ്പന്മാർ ഏവനെങ്കിലും ഒരുത്ത സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നല്ല. നീ എന്ത് അധികാരവും അവകാശമാണടാ ഇന്ത്യയെ കുറിച്ച് പറയുന്നത്? ഇന്ത്യയെ പറ്റി പറയാനോ ഇന്ത്യ നിന്റെ രാജ്യമാണെന്ന് അവകാശപ്പെടാനോ ആയിട്ട് നീ എന്താണ് ചെയ്തിട്ടുള്ളത്? നീ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളായിട്ടിരുന്നു. നീ കോൺഗ്രസ്സുകാർ അവനകത്ത് കയറുന്നത് അവരുടെ ചെരുപ്പ് നക്കികളായിട്ടിരിക്കും. അധികാരത്തിലിരിക്കുന്ന ഏവനോ അവന്റെ ചെരുപ്പ് നക്കുക എന്നതിനപ്പുറം നിന്നെ കൊണ്ടൊക്കെ എന്ത് സഹായിച്ചിട്ടുണ്ട്? അന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞ എന്താണ്? അന്തിക്രിസ്തുവാണ് മഹാത്മാഗാന്ധി എന്നാ പറഞ്ഞത്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ ഇറങ്ങി നിൽക്കുന്ന മഹാത്മാഗാന്ധിയെ, രാഷ്ട്രപിതാവിനെ അന്തിക്രിസ്തു ആണ് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് നീ ആ കാറ്റഗറിയുടെ ചരിത്രം എന്നെ കൊണ്ട് പറയിക്കരുത്, മനസ്സിലായില്ലേ? പോക്കൃത്തരം എന്റെ സമുദായത്തിനെ പറഞ്ഞാൽ ആ കാറ്റഗറിയുടെ പോക്കൃത്തരങ്ങൾ ഞാനും വിളിച്ചു പറയിക്കരുതേ PC. മനസ്സിലായില്ലേ? വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര് നമ്മൾ കേട്ടു തുടങ്ങിയത്. രാജ്യത്തെ കൊള്ളയടിക്കുന്നത് ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല വ്യക്തമാണ്. ഇവിടെ ഇതിനു മുമ്പ് മുഗളന്മാർ വന്ന് ഭരിച്ചു. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ആരും കൊള്ള വാരിക്കൊണ്ട് പോയില്ല. ഇവിടെ തന്നെ റിനോവേഷൻസ് വരുത്തുകയും ഇവിടെ തന്നെ ഉണ്ടാക്കുകയും ഇവിടെ തന്നെ നിലനിർത്തുകയാണ് ചെയ്തത്. മോണിമെന്റ്സ് ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അവരെ നാട്ടിൽ കൊണ്ടുപോയി അവർ താജ്മഹൽ ഉണ്ടാക്കിയില്ലടാ, അത് ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ച്. എന്തടിസ്ഥാനത്തിൽ? അവർക്ക് അങ്ങനെ ഒരു ദേശസ്നേഹം ഉണ്ടെങ്കിൽ അവരത് ഉണ്ടാക്കിയിരുന്നത് അവരുടെ രാജ്യത്തായിരിക്കണം. അവരിവിടെ തന്നെ അത് ഉണ്ടാക്കി. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് കിട്ടിയ ആ ഡൊണേഷൻ പോലും. അമ്മാതിരി ഇവിടെ തന്നെയാണ് അവർ ചെയ്തത്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് 100 വർഷം ഭരിച്ചപ്പോൾ സഹിക്കാൻ വയ്യാതെ അവരുടെ തുരത്തുന്ന രീതിയിലേക്ക് ആളുകൾ യുണൈറ്റഡ് ആയത് എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനിറ്റിയുടെ മഹാത്മ്യം അതിനകത്തുണ്ട്. മിഷണറിമാരെ ഞാൻ പറയത്തില്ല, പക്ഷേ വൈസ്രോയിമാരുടെ ഭരണം എന്താണ് എന്നുള്ളത് കൃത്യമായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പൂഞ്ഞാറ്റിലെ വർത്താനം കൊണ്ട് ഇങ്ങോട്ട് വരലടാ, പൂഞ്ഞാറിലെ MLA നാറി. ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനോ? ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു പോയി കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വർത്താനം പറയുക. എടാ, ഇന്ത്യൻ രാജ്യത്തെ പൗരൻ എന്താണ് എന്ന് നിനക്കറിയാമോ? ഒരു രാജ്യത്തെ പൗരനെ നോക്കി നീ ഈ രാജ്യത്തെ പൗരനല്ല, ഇവിടുന്ന് കെട്ടിക്കേറി പോ എന്ന് പറയുമ്പോൾ നീ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദ്രോഹിയാണ്, രാജ്യദ്രോഹി നായെ. നീയാണ് ഈ രാജ്യത്ത് നിന്ന് പോകേണ്ടത്. നിനക്കെന്ത് അധികാരമാടാ ഈ രാജ്യത്തെ പൗരനെ ഈ രാജ്യത്തെ പൗരനല്ലെന്ന് പറയാൻ? 20 കോടി ജനങ്ങളെയാണ് നീ അപമാനിച്ചത്. ഇവനെതിരെ പക്ക കേസ് കൊടുക്കണം. ഇവൻ 20 കോടി വരുന്ന ഇസ്ലാം മതവിഭാഗത്തിലുള്ള ജനങ്ങളെയാണ് ഇവൻ അവഹേളിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ പോവാൻ നീ പോടാ, കാനോൻ ദേശത്ത് നാറിയ ലെവലതി. നീ തനിച്ചു പോടാ. നീ ബാക്കി ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കാൻ നീ തനിച്ച് കയറി പോടാ നാറി. നീയാണ് തിരുത്തൽവാദിയും ഈ അനാവശ്യമായ കുത്തിത്തിരിപ്പും ഉണ്ടാക്കുന്ന കുലംകുത്തിയും. നിനക്ക് വോട്ട് നേടി MLA ആവാൻ ഇസ്ലാമിയര് വേണമായിരുന്നു. SDPI-കാരുടെ അവരുടെ സപ്പോർട്ടോട് കൂടി അവരുടെ പരിഗണനയിൽ നിന്നുകൊണ്ട് അവരുടെ പണവും വാങ്ങി നക്കിയച്ച് അവന്മാരുടെ വേണ്ടാത്തടവും നക്കിക്കൊടുത്ത് നീ നേടിയെടുത്തതല്ലേടാ ഈ MLA പദവി പോലും. നിനക്ക് അഭിമാന ബോധമുണ്ടെങ്കിൽ ആ സാധനം വേണ്ടെന്ന് പറഞ്ഞ് കളാം. നീ HMLA ഈ എപ്പല്ല എന്ന് നീ അത് പറയാതെടാ മാറി. നിന്റെ ഒരു പ്രവർത്തന മേഖല കണ്ട ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് നിനക്ക് വോട്ട് കിട്ടിയതാണെങ്കിൽ ഓക്കെ, നീ തുടർന്നും ജയിക്കുമായിരുന്നു. നീ അവർക്കെതിരെ നിന്നപ്പോൾ നീ തോറ്റ. ഈരാറ്റുപേട്ടയിൽ ഇത്രയധികം ശതമാനത്തിൽ വരുന്ന മുസ്ലിംസ് ഉണ്ട് എന്ന് നീ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ സപ്പോർട്ടില്ല, നിനക്ക് അവിടെ ജയിക്കാനാവത്തില്ല. അതിന്റെ കുത്തിക്കഴപ്പുകൊണ്ട് നീ അവരെ ഇത്രയധികം അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. നീ മുമ്പ് ഒരിക്കൽ അവഹേളിച്ചത് നിന്നെ തൂക്കി എടുത്തോണ്ട് പോയില്ലടാ പോലീസ്. ഇപ്പോഴും അതിനുള്ള സമയമാണ്. ഇവനെതിരെ പെറ്റീഷനാണ് കൊടുക്കേണ്ടത്, മാസ് പെറ്റീഷൻ കൊടുക്കുക. ഇത്തരത്തിൽ പാകിസ്ഥാനിൽ പോടാ എന്നുള്ള രീതിയിലുള്ള വൃത്തികേട് പറഞ്ഞാൽ നീ കാനോൻ ദേശത്ത് പോടാ നാറി. നീ ഇവിടെ കിടന്ന് നടക്കണ എന്തിനാണ്? നിനക്ക് നാണം കേടലടാ. എടാ, ഇവിടെ ഒരാളും ബ്രാഹ്മണന്മാർ ഒരു കാരണവശാലും, അത് മുസ്ലിങ്ങളായാലും ശരി ക്രിസ്ത്യാനികളായാലും ശരി, ബ്രാഹ്മണന്മാർ മതം കൂടാറില്ല. നീ അസലായിട്ടുള്ള നല്ല 3rd ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഒരുത്തനാണ്. പാൽപ്പൊടിക്ക് വേണ്ടി നിന്റെ തന്ത പോയി മതം മാറിയതാണ്. അങ്ങനെ മാറിയ നീ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഭയങ്കര മാമാശ്രീയ കൊണ്ടുവന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാറി? മറ്റത് പറയാനും വൃത്തിയോട് പറയാനും മാത്രം വായ തുറക്കണം. പിന്നെ എനിക്ക് നിന്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. നീ ഇല്ല ബോട്ടമ്മായിയെ മറ്റോളെന്ന് വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ചെവിള പറക്കി ഞാൻ നിന്നെ പറയുന്നതിന് കണക്കും കയ്യും ഉണ്ടാവത്തില്ല. അമ്മാതിരി എനിക്ക് നിന്നെ പറയണമെന്നുണ്ട്. ആ പോട്ടെ, പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്തമാനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറഞ്ഞല്ല, കുളിച്ചു കച്ചവടം. അത് നിനക്ക് ചെവിക്കലുകളൊക്കെ ആണുങ്ങൾ അടിയേറാത്തതുകൊണ്ടാണ് നിന്റെ പച്ച വർത്താനത്തിന്. നിന്നെ ചെവിക്കൽ നോളക്കി അത് സത്യമായ തൊഴിലുറപ്പിന് വരുന്ന പെണ്ണുങ്ങൾ നിന്നെ ചൂല് വെച്ച് 2 പൊട്ടിക്കുമ്പോൾ നിന്റെ ഈ പച്ച വർത്താനം അങ്ങ് തീരും. പിന്നെ നീ വെള്ളം എടുക്കാൻ പോലും എഴുന്നേക്കണമെങ്കിൽ തന്നെ നീ 10 പേരെ വിളിക്കേണ്ടി വരും. അമ്മ അതിന് നിന്റെ കൂനടിച്ച് പൊട്ടിച്ച് അവിടെ ഇടുമ്പോൾ നിന്റെ ഈ കുത്തി കഴപ്പങ്ങ് തരും. കേട്ടാടാ വർഗീയവാദി. അനിൽ നമ്പ്യാറിന് അങ്ങ് ചിരിച്ചു. എന്തിനാ നിനക്ക് ഇത്ര ചിരി? നിന്റെ അണ്ടിയിൽ ഉറുമ്പ് അടിച്ച
ഉടനെ അങ്ങ് കിണിക്കാൻ. എടാ ദേശദ്രോഹി, എടാ അലവലാതി അനിൽ നമ്പ്യാരെ, നിനക്ക് നാണയില്ലേടാ? നീ ഇത്രത്തോളം വ്യക്തിത്വമില്ലാത്ത ഒരു പരനാറിയായി പോയല്ലടാ നാറി. ഇതാണോടാ നിന്റെ മാധ്യമ സേവനം? ഇവന് സപ്പോർട്ടീവായിട്ട് അവിടെ വന്നിരിക്കും കാമിത, ആണിഫ് കുണാപ്പൻ, ഇസ്ലാമിക വിരുദ്ധത മാത്രം. എന്താടാ നിന്റെ തള്ളയെ ഏതെങ്കിലും മുസ്ലിം കയറി ഊക്കിയ? നിനക്ക് ഇത്ര വേദന തോന്നാനായിട്ട്? ഇമാതിരി തന്തയില്ലാത്ത തഴവഴി കാണിക്കുന്ന തക്കാളി. ഇവനക്കൊക്കെ എന്താണ് വെറുപ്പെന്ന് എനിക്കറിയാമേ. മുസ്ലിംസ് അങ്ങനെ അവന്റെ അമ്മമാരെ കയറി ഊക്കി പിടിച്ചാ എന്തോ? എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മരത്തെ വെപ്രകൾ അവരെടുത്ത് കാണിക്കണം? പാകിസ്ഥാൻ നിന്റെ തന്തയ്ക്കൊക്കെ സ്ത്രീധനം കിട്ടിയതാടാ ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം വരാനുള്ള കാരണം തന്നെ ഇസ്ലാമിയരാണ്. അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ട് പിരിച്ചു കൊടുത്ത് നീ പോടാ, നിന്നെ എടുക്കൂടാ. നീ പോ പാകിസ്ഥാനിൽ പോ, അവിടെ നിന്നെ എടുക്കും. എന്ത് എടുക്കൂലേ? നീ പോ. ഞങ്ങൾ പോണോ വേണ്ട ഞങ്ങൾ നിശ്ചയിക്കും. ഞങ്ങൾ എന്ത് ചെയ്യണോ ഞങ്ങൾ നിശ്ചയിക്കും. അല്ല നീ അല്ല നിശ്ചയിക്കേണ്ടത്. ഈ രാജ്യത്തെ പൗരന്മാരല്ല എന്നുള്ള നിന്റെ ഈ വായ്ത്താളുണ്ടല്ലോടാ നാറി. നീ ഈ രാജ്യത്തെ പൗരനാണോ? മറ്റൊരു പൗരനെ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയ മറ്റൊരു വ്യക്തിയെ ഈ രാജ്യത്തെ പൗരനല്ല എന്ന് നീതി നിഷേധകമായി പറയുന്ന ഈ തെണ്ടി ഈ രാജ്യത്തെ പൗരനല്ല. ആണെങ്കിൽ അവനത് പറയത്തില്ല. അവൻ ആ ബോധം വേണ്ടായ. നീ ഇവിടെ കിടന്ന് തുള്ളി കളിക്കുന്നത്? നീ ബ്രിട്ടീഷുകാരോടെ പോടാ. നീ എന്തിനു ഇവിടെ കിടന്ന് തുള്ളി കളിക്കുന്നത്? നിന്നെ പോലുള്ള നിന്റെ കാറ്റഗറിയിലുള്ള നിന്റെ മുഴുവൻ വംശവും അന്ന് റാൻ മൂളിക്കൊണ്ട് നിന്നായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ നിന്റെ ഒന്നും ഒരു നമ്പർ പോലും എഴുതി വെക്കാൻ ഒരുത്തം പോലും ഇല്ലല്ലോടാ. അതെന്തുകൊണ്ടില്ല? അതാണ് വർഗസ്നേഹം. അതിനെയാണ് വർഗീയവാദി എന്ന് പറയുന്നത്. അത് ഇവിടെ മറ്റവനാണെങ്കിലും അവനെതിരെ പടവെട്ടാൻ ഇവിടെ ഇസ്ലാമിയരും കൂടെ നിൽക്കുമായിരുന്നു. അവിടെ വർഗീയതയല്ല, മനുഷ്യത്വമാണ്. ഇവരുടെ ഉച്ചനീചത്വങ്ങളും വൃത്തികേടുകളും മാറ്റാൻ വേണ്ടിയിട്ട് പടപൊരുതി സ്വന്തം ജീവിതം റിസ്കിൽ കൊണ്ടാക്കി കൊടുത്തത് ഇസ്ലാമിയര്. അവർക്കല്ലട വർഗീയത, നിനക്കും നിന്റെ കൂട്ടർക്കും. ദാ ഇരുന്ന് കൊണ്ട് കൊണ പറയുന്ന കൊണയാനായ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനിക്കുമാണ്. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ. അതുകൊണ്ട് പറയുക, നീ പോളേ എല്ലാം പോളേ, പാകിസ്ഥാനിലേക്ക് പോളേ, എളുപ്പമുണ്ടല്ലോ. എന്തിനിവിടെ കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് പറയാറുള്ളത്. അപ്പൊ അയാൾ അവിടെ ജീവിക്കട്ടെ, അയാൾ ജീവിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇസ്ലാമിയർക്ക് ഒരു തിരിച്ചറിവായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും കുറെ പേര് വന്നിട്ട് ഞാനെന്തോ വർഗീയത, ഇത് വർഗീയതയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് മെജോറിറ്റി ഉള്ള ഒരിടത്ത് പോലും നിങ്ങൾ മറ്റു മതവിഭാഗത്തിലുള്ളവർക്ക് വോട്ട് കൊടുക്കരുത്. ഒരു കാരണവശാലും കൊടുക്കരുത്. അത് എന്തിന്റെ പേരിൽ എത്ര ഡീസന്റ് ആണെന്ന് പറഞ്ഞാലും കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ ജയിക്കും, MLA ആകും. എന്നിട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങളെടുത്ത് പാകിസ്ഥാനിൽ പോവാൻ പറയും. അപ്പൊ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി എന്ത് വന്നാലും നമ്മളുടെ പ്രതിനിധിയായിരിക്കണം നമ്മൾ വോട്ടിടുക. അതിനപ്പുറം ഒരു കളിയില്ല. ഇതിൽ കൂടുതൽ അപമാനം മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായി നിലകൊള്ളുക. ശക്തിയുക്തം നിങ്ങളിൽ ഉള്ളവരെ തന്നെ എലക്ട് ചെയ്ത്. നിങ്ങൾക്ക് എത്രയോ പേരുണ്ട്, എഞ്ചിനീയർമാരില്ലേ, ഡോക്ടർമാരില്ലേ, പഠിച്ച കുട്ടികൾ എത്ര പേരുണ്ട്. കൊണ്ടുവന്ന് നിർത്തൂ, കാര്യം പറഞ്ഞ് മനസ്സിലാക്കൂ. നമ്മുടെ സമുദായം അപകടത്തിലാണ്, അതിനെ സംരക്ഷിക്കണം. തീവ്രവാദിയായി മുദ്ര കുത്തപ്പെടുന്നുണ്ട്, രാജ്യദ്രോഹിയായി മുദ്ര കുത്തപ്പെടുത്തുന്നുണ്ട്, അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മളെ ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചറിവുള്ള, വിവേകമുള്ള, ബോധമുള്ള, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നിർത്തൂ. ചെറുപ്പക്കാരന്മാരെ കൊണ്ടുവന്ന് നിർത്തൂ, ചെറുപ്പക്കാരികളെ കൊണ്ടുവന്ന് നിർത്തൂ. അവരെ കൊണ്ട് കാര്യം സാധിക്കും. അല്ലാതെ ഇതിങ്ങനെ നിർബാധം തുടരാൻ അനുവദിക്കാതിരിക്കൂ. ഇവന്മാർക്ക് ഈ വഷളത്തരം കൊണ്ട് നിങ്ങൾ സംഘടിക്കും എന്നൊരു തോന്നൽ വന്നാൽ പോലും നിർത്തിക്കോളും ഈ അഹമ്മദം. അല്ലാതെ ഇത് നിർത്തില്ല ഇവന്മാര്. നിങ്ങൾ സംഘടിക്കേണ്ട ഏറ്റവും വലിയ ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. സംഘടിക്കുവിൻ, ശക്തരാകുവിൻ. അത് ഓരോ നവോത്ഥാന നായകന്മാരും പറഞ്ഞ കാര്യമാണ്. അത് മുഹമ്മദ് നബി ആയിരുന്നാലും ശ്രീനാരായണ ഗുരു ആയിരുന്നാലും യേശപ്പനായിരുന്നാലും എല്ലാവരും പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് സംഘടിച്ച് ശക്തരാവാൻ നോക്കുക. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകരുത്. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ മതബോധമുള്ള, നിങ്ങളുടെ മതവിശ്വാസത്തിനെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന വ്യക്തികളെ എലക്ട് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തൂ. അത് നിങ്ങൾ ചെയ്യണം. അതാണ് വേണ്ടത്. അതാണ് ഇതിനൊരു സൊല്യൂഷൻ. ഞങ്ങൾ പാകിസ്ഥാനിൽ പോണോ, ഞങ്ങൾ പള്ളിയിൽ പോണോ, ഞങ്ങൾ തുണി ഉടുക്കണോ വേണ്ടേ എന്നൊക്കെ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചോളും. ഏതെങ്കിലും പൂഞ്ഞാറ്റി കിടക്കുന്ന സ്വന്തം തന്തയെ വരെ തള്ളി പറയുന്ന അലവലാദികൾ ഇതിന് അഭിപ്രായം പറയണ്ട. അവൻ തന്തയെ തള്ളി പറയണമെന്ന് പറഞ്ഞാൽ അവൻ പൂന്തോട്ടത്തിൽ ചാക്കോട മോനല്ല. അവൻ തോമാസ് ലീഹ നേരിട്ട് വന്ന് ബ്രഹ്മദത്ത നമ്പൂതിരിയുടെ ചെറുകുട്ടിയായിരുന്ന അവനെ ഇങ്ങോട്ട് മാറ്റിയതാണെന്നാ പറയണത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ മനുഷ്യന് കഥയറിയാതെ അവന്റെ തന്തയ്ക്ക് വിളിച്ച്, ഇല്ലാത്ത തന്തയെ വിളിച്ച് അവനിക്ക് നോവത്തില്ലേ? ആ നൊമ്പലമാണ് നിങ്ങൾ കണ്ടത്. That's it.